ഒരു 4 മാസത്തിലധികമായി നമ്മുടെ ജീവിത രീതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ക്രമപ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട്, അഴിച്ചുപണികൾ തന്നെ നടന്നിട്ടുണ്ട്. ഉപഭോഗവുമായി ബന്ധപ്പെട്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങി ഉപയോഗിക്കുന്നതും അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വലിയ ചേഞ്ചുകൾ നമ്മൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവുകൾ കൂടിയോ കുറഞ്ഞോ, ഏത് തരം വസ്തുക്കളാണ് നമ്മൾ കൂടുതൽ വാങ്ങാൻ തുടങ്ങിയത്, പിന്നെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള കടകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്തരം വസ്തുക്കൾക്കാണ് ഡിമാൻഡ് കൂടിയത്. ഇങ്ങനെ വ്യക്തിയിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഡിമാൻഡ്, സാധനങ്ങൾക്കുണ്ടാകുന്ന ഡിമാൻഡ്, അതിൻ്റെ ഉപയോഗങ്ങൾ, ഇതിലൊക്കെ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ നടന്ന ഒരു 3-4 മാസമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. ഇവിടെ +2 സാമ്പത്തിക ശാസ്ത്രത്തിൽ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ 2ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡിമാൻഡും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും, അത് വസ്തുവിൻ്റെയും വ്യക്തിയിൽ നിന്നും ഗാർഹിക മേഖലയിൽ നിന്നും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്താവിൻ്റെ പെരുമാറ്റവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനമാണ് ഈ ചാപ്റ്ററിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ അതിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പഠിച്ചു വരികയാണ് അല്ലേ. ആ ക്ലാസ്സുകളൊക്കെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കണം. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോഴേ തുടർന്ന് നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കൂടുതൽ വ്യക്തതയോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നമ്മൾ പറഞ്ഞതാണ് ഒരു ഡിമാൻഡ്, ഒരു ഉപഭോക്താവിൽ നിന്നുണ്ടാകുന്ന ചോദനത്തെക്കുറിച്ച് നമ്മളവിടെ പറഞ്ഞിരുന്നു. ഡിമാൻഡ് എന്ന് പറയുന്നത്, ആ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. ഡിമാൻഡ് എന്ന് പറയുന്നത് ഉപഭോക്താവിൽ നിന്നുണ്ടാവുന്നതാണ്. എന്നാൽ അതേസമയം എന്താണ് ഡിമാൻഡ് എന്നുള്ളതും, ലോ ഓഫ് ഡിമാൻഡും ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവിനെ കുറിച്ചൊക്കെ അവിടെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഡിമാൻഡ് എന്താ പറഞ്ഞിരുന്നത്? എന്താ ഒന്ന് ഓർത്ത് നോക്കൂ. അന്നത്തെ ക്ലാസ്സിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്ക്. ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ചോദനം എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെയാണ് പറയുക: ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഇവിടെ 3 ടേമുകൾ നോക്കിയാൽ മതി. ഡിമാൻഡ് ഈസ് എ ഡിസയർ. ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഡിസയറാണ്. ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹം അല്ലേ. ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ, എന്തിൻ്റെ പിൻബലത്തിൽ ഉണ്ടാവുന്ന ആഗ്രഹമായിരിക്കും? വില്ലിംഗ്നെസ് ടു പേ. വില്ലിംഗ്നെസ് ടു പേ, പ്രതിഫലം നൽകാനുള്ള മനോഭാവം. ആൻഡ് എബിലിറ്റി ടു പേ, പ്രതിഫലം നൽകാനുള്ള ശേഷിയും. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഇവിടെ ഡിസയറും വില്ലിംഗ്നെസ് ടു പേയും അതുപോലെ എബിലിറ്റി ടു പേയും, ഈ 3 ടേമുകൾ വളരെ പ്രധാനമാണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കുന്നതിൻ്റെ അളവിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ അത് സാധ്യമാവണമെങ്കിൽ ഈ 3 ടേമുകളും ഒത്തുവരണം. ഈ 3 കാര്യങ്ങളും ഒത്തുവരണം. ഒരു കൺസ്യൂമർക്ക് ആഗ്രഹം ഉണ്ടാവണം. ഒരു പേനയാണ്. ഒരു പേന വാങ്ങിക്കണമെങ്കിൽ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം, ഡിസയർ എന്ന് പറയുന്നത് ഉണ്ടാവണം. ദെൻ ഈ പേനക്ക് 10 രൂപയാണെങ്കിൽ ആ 10 രൂപ കൊടുക്കാനുള്ള മനോഭാവം ഉണ്ടാവണം, വില്ലിംഗ്നെസ് ടു പേ. 10 രൂപ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവിടെ ഡിമാൻഡ് ഉണ്ടാവില്ല. അദ്ദേഹം അത് കൊടുക്കാനുള്ള മനോഭാവം ഉണ്ടാവണം. ദെൻ എബിലിറ്റി ടു പേ, 10 രൂപ കൊടുക്കാൻ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം? 10 രൂപ എന്ന് പറഞ്ഞാൽ ശേഷിയും ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് ഉണ്ടാവും വേണം. ഇത് 3 ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ എന്താ സംഭവിക്കുക? ഇത് വാങ്ങിക്കുന്നു. അപ്പം പേനയുടെ ഒരു അളവ് വന്നു അല്ലേ, ഒരു ഡിമാൻഡ് ചെയ്യപ്പെട്ടു. ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നതിന് പൂർണ്ണാർത്ഥത്തിൽ ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഇവിടെ പറഞ്ഞു ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനി നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി. ഒരു വസ്തുവിനുള്ള ഡിമാൻഡ്, അതുപോലെ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, വ്യക്തിഗത ചോദന, അതുപോലെ ഹൗസ് ഹോൾഡ് ഡിമാൻഡ്.
ഗാർഹിക മേഖലയിൽ നിന്നുണ്ടാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഗാർഹിക മേഖലയിൽ നിന്നുണ്ടാവുന്ന ഡിമാൻഡിനെ കുറിച്ച് പറയുന്നു. ഇത് വളരെ എളുപ്പമാണ്. എന്നിരുന്നാലും നമ്മൾക്കിത് മൂന്നും എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഇപ്പോൾ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, അതുപോലെ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, അതുപോലെ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്താണെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത വിലക്ക് ഒരു ഉപഭോക്താവ് വാങ്ങാൻ തയ്യാറാകുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അത് കൃത്യമാണ്. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. എന്നാൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ? ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ ഫ്രം ദ മാർക്കറ്റ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് എ ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. ഇത്രയല്ലേ പറയുന്നുള്ളൂ. ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത വിലക്ക് ഒരു കൺസ്യൂമർ, ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ വാങ്ങാൻ തയ്യാറാവുന്ന വസ്തുവിൻ്റെ അളവ്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ തയ്യാറാവുന്നതാണ്. എന്നാൽ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തുവിനുണ്ടാവുന്ന ഡിമാൻഡാണ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുന്ന ഡിമാൻഡാണ്. ഇത്രയും വ്യത്യാസമുള്ളൂ. എന്നാൽ മറ്റൊന്ന് നോക്ക്, ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്താ പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് ആൻ ഹൗസ് ഹോൾഡ് ഈസ് വില്ലിംഗ് ടു ബൈ ഫ്രം ദ മാർക്കറ്റ് ഇൻ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത വിലക്ക് ഒരു ഗാർഹിക മേഖല വാങ്ങാൻ തയ്യാറാകുന്ന വസ്തുവിൻ്റെ അളവാണ്. അപ്പോൾ ഇവിടെ മൂന്നും, ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്ന് പറയുന്നതും ഇൻഡിവിജ്വൽ ഡിമാൻഡും ഹൗസ് ഹോൾഡ് ഡിമാൻഡും എന്ന് പറയുന്നത് നിശ്ചിത വിലക്ക് നിശ്ചിത കാലയളവിൽ ഒരു വസ്തുവിനുണ്ടാവുന്ന ഡിമാൻഡിന് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി എന്നും, ഒരു ഇൻഡിവിജ്വലിൽ നിന്നുണ്ടാവുന്ന ഡിമാൻഡിന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നും, ഒരു ഗാർഹിക മേഖലയിൽ നിന്നുണ്ടാവുന്നതിന് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്നും പറയും. ഇവിടെ കണ്ടു കഴിഞ്ഞു ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, അതുപോലെ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ആ രീതിയിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. ചെറിയ ചെറിയ ഡിഫറൻസേ അവിടെ കാണുകയുള്ളൂ. എന്നാൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഫങ്ഷനാണ്? അതൊന്നും നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫങ്ഷൻ, ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡിമാൻഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഡിമാൻഡ് ഫങ്ഷൻ, the functional relationship between demand and the determinants of demand, that is called demand function. ചോദനധർമ്മം എന്ന് പറയുന്നത് ഡിമാൻഡും ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് ഡിമാൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഒന്ന്, ഒരു വസ്തുവിന് ഡിമാൻഡ് ഉണ്ടാകുന്നത് അതിൻ്റെ വിലയാണ്. വില കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയും, വില കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും. ഇത് നമ്മൾ കേട്ടതാണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഡിറ്റർമിനൻസ് പ്രൈസ് ആണെങ്കിൽ രണ്ടാമത്തത് ഇൻകം ഓഫ് ദ കൺസ്യൂമറാണ്. എം എന്ന് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇൻകം, വരുമാനം കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടും. വരുമാനം കുറവാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയും. ഇൻകം ഓഫ് ദ കൺസ്യൂമർ. മറ്റൊന്ന് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ബന്ധപ്പെട്ട വസ്തുവിൻ്റെ വിലയാണ്. അത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. ഈ ബന്ധം, ഒരു വസ്തു മറ്റൊരു വസ്തുവുമായിട്ട് ഏത് രീതിയിലൊക്കെ ബന്ധങ്ങളുണ്ടാവും. എന്നിരുന്നാലും പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ഒരു ബന്ധപ്പെട്ട വസ്തുവിൻ്റെ വിലക്കനുസരിച്ച് ഈ വസ്തുവിൻ്റെ ഡിമാൻഡ് കൂടെ കുറയുകയൊക്കെ ചെയ്യും. മറ്റൊരെണ്ണം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഒരു ഉപഭോക്താവിന് കൂടുതൽ താല്പര്യമുള്ള വസ്തു കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടും. താല്പര്യം കുറവാണെങ്കിലോ അതിനുള്ള ഡിമാൻഡ് കുറവായിരിക്കും. മുൻഗണന എന്ന് പറയുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന ഡിമാൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നിടത്ത് പ്രൈസും ഇൻകം ഓഫ് ദ കൺസ്യൂമറും പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസും അതുപോലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ്, ഇൻകം, പ്രൈസ് റിലേറ്റഡ് കമ്മോഡിറ്റി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഇനി അതുപോലെ മറ്റു പറയുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നതിന് Q = F of P M PR T എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് പ്രൈസ്, ഇൻകം ഓഫ് കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്
ഇനി അതുപോലെ പറയുന്ന ഘടകങ്ങളെല്ലാം ഇതിൻ്റെ ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ്. ഡിമാൻഡും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് ഡിമാൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഡിമാൻഡും ചെയ്യപ്പെടുന്ന അളവും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് കർവ്, ഡിമാൻഡ് ഷെഡ്യൂളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞത്. എന്തായിരുന്നു ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? അന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് വ്യക്തമല്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്ക്. ഇത് നമ്മുടെ ഒരു സാധാരണ കേസിൽ നടക്കുന്നത്. ഏതൊരു വസ്തുവും വില കുറയുമ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങിക്കുന്നു. വില കൂടുകയാണെന്നുണ്ടെങ്കിലോ അതിൻ്റെ അളവ്, ഡിമാൻഡ് ചെയ്യപ്പെടുന്നതിൻ്റെ അളവൊന്ന് കുറയുന്നു. ഇതാണ് ഇങ്ങനെ വിലയും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ കാണിക്കുന്ന ഈ ഒരു പട്ടികയെ നമുക്ക് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം. ചോദന പട്ടിക, വിലയും ക്വാണ്ടിറ്റി ഡിമാൻഡും. ഇനി ഇവിടുത്തെ ബന്ധം എന്താണ്? അതറിയാൻ നമ്മൾക്കൊന്ന് ഗ്രാഫിക്കലായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കുക. ഇതിനെ ഒന്ന് ഡയഗ്രാമാറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ എക്സ് ആക്സിസും ഇവിടെ വൈ ആക്സിസും. ഇവിടെ പ്രൈസ് കൊടുത്തു, ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്നുള്ളതും കൊടുത്തു. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് 2, 4, 6, 8, 10 അല്ലേ? ഇവിടെ നിന്ന് 2, 4, 6, 8, 10. പ്രൈസ് എന്ന് പറയുന്നത് 2, 4, 6, 8, 10 അല്ലേ? പ്രൈസ് എന്ന് പറയുന്നത് കൊടുത്തു. ഇതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് കൊടുത്തു. 10 രൂപയുള്ളപ്പോൾ 2 യൂണിറ്റ് വാങ്ങിക്കുന്നു. ഈ 10നും 2നും നേരെയായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 8 രൂപയുള്ളപ്പോൾ 4 യൂണിറ്റ് വാങ്ങിക്കുന്നു. ഇവിടെ മാർക്ക് ചെയ്യാം. ദെൻ 6 രൂപയാകുമ്പോൾ അത് എന്ത് വാങ്ങിക്കുന്നു? 6 യൂണിറ്റ് വാങ്ങിക്കുന്നു. 4 രൂപയാകുമ്പോഴോ 8 യൂണിറ്റ് വാങ്ങിക്കുന്നു. ദെൻ 2 രൂപയാകുമ്പോൾ 10 യൂണിറ്റ് വാങ്ങിക്കുന്നു. 2ന് നേരെ. ഇതൊന്ന് ചേർത്ത് വരച്ച് നോക്കുക. ഈ ചേർത്ത് വരക്കുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ്, ഇതാണ് ഡിമാൻഡ്. ഇങ്ങനെ ഡിമാൻഡ് ഷെഡ്യൂളിനെ ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഡിമാൻഡ് കർവ്, ചോദന വക്രം. ഡിമാൻഡ് കർവ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ചോദന പട്ടികയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഒരേ വിലക്ക് തന്നെ അധിക യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അധിക സംതൃപ്തി കുറവായതുകൊണ്ട് വില കുറഞ്ഞാലേ കൂടുതൽ വാങ്ങിക്കൂ. ഇതൊരു നിയമമായി മാറുകയാണ്. ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം. ആ ചോദന നിയമം എന്താണെന്നുള്ളതാണ് പറയുന്നത്. അതർ തിങ് റിമൈനിങ് കോൺസ്റ്റന്റ്, the quantity demanded for a commodity is inversely proportional to its price. അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അതർ തിങ് റിമൈനിങ് കോൺസ്റ്റന്റ്, the quantity demanded for a commodity is inversely proportional to its price. എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളിലൊന്നും മാറ്റമില്ലാതിരിക്കെ ഒരു വസ്തുവിനുള്ള ചോദിത പരിമാണം അതിൻ്റെ വിലക്ക് നേർവിപരീതമായി പ്രവർത്തിക്കും. ഇവിടെ കണ്ടില്ലേ, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത് നോക്കുക, വൈസ് വേഴ്സ. വില കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പറയുന്നതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കണ്ട ഡിമാൻഡ് കർവ് ഇങ്ങനെയായിരുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് നമ്മൾ കണ്ടു. ഇടത്ത് നിന്ന് വലത്തോട്ട് ചരിഞ്ഞ് കിടക്കുന്ന ഒരു ഡിമാൻഡ് കർവിനെ കണ്ടു. അത് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും, പ്രൈസ് കുറവാണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇത്രയും ഡിമാൻഡ് ഉണ്ടാവും പ്രൈസ് കുറവാകുമ്പോൾ. പ്രൈസ് ഇത്രയും കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഇതിങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് കിടക്കാനുള്ള ഒരു കാരണം. എന്നാൽ എന്തുകൊണ്ടായിരിക്കും പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നതും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതും? അതൊരു കാരണം ഉണ്ടാവില്ലേ? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അതെന്തായിരിക്കും കാരണം? ആ കാരണം നമുക്കറിയാവുന്നതാണ്. ജനങ്ങളുടെ വരുമാനം കുറയുന്നുണ്ട്,
അവർക്ക് അത്രയും വിലക്ക് അത് വേണ്ട. എന്നാൽ അതിനെ നമ്മൾക്ക് ഇവിടെ ഇക്കണോമിക്സ് ഒരു കൺസ്യൂമർ ബിഹേവിയറിലേക്ക് ചേർത്ത് വെക്കുകയാണെങ്കിൽ അതിനെ പറയുന്നത് പ്രൈസ് എഫക്റ്റ് എന്നാണ്. പ്രൈസ് എഫക്റ്റ്, അതായത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നതും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതും അതിനുള്ള കാരണം പറയുന്നത് പ്രൈസ് എഫക്റ്റ് എന്നാണ്. വില പ്രഭാവം എന്ന് പറയും. പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നിടത്ത് 2 എഫക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 2 എഫക്റ്റുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നതും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതും. ആ 2 എഫക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, പ്രതിസ്ഥാപന പ്രഭാവം. മറ്റൊരെണ്ണം ഇൻകം എഫക്റ്റ്. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാന പ്രഭാവം. ഈ 2 എഫക്റ്റുകളാണ് പ്രൈസ് എഫക്റ്റിൽ വരുന്നത്. വില പ്രഭാവം എന്ന് പറയുന്നിടത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും വളരെ എളുപ്പമാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും എന്ന് പറയുന്നത്, ആദ്യത്തെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ പ്രതിസ്ഥാപന പ്രഭാവം എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഒരാവശ്യത്തിന് വേണ്ടി ഒരു വസ്തു മാത്രമല്ല മറ്റു പല വസ്തുക്കളും ആ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ മധുരം എന്ന് പറയുന്നതിന് പഞ്ചസാരയും ശർക്കരയും മധുരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ടിരിക്കുക പഞ്ചസാരക്ക് വല്ലാതെ അങ്ങ് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ മധുരമായിട്ട് എല്ലായിടത്തും പഞ്ചസാര ഉപയോഗിക്കുന്നതിന് പകരം ശർക്കരക്ക് സ്വാഭാവികമായിട്ട് വില കുറവാണെങ്കിൽ ആ വസ്തു വാങ്ങാൻ തയ്യാറാവും. അങ്ങനെ പറയുന്ന ഏതൊരു വസ്തുവിന് പകരം വെക്കാൻ പറ്റുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അത്തരം ഗുഡ്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സ് എന്ന് പറയും. ഇപ്പോൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും പകരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പറയുന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സാണ്. ഇനി ഇവിടെ 2 വസ്തുക്കൾ എടുത്തു നോക്കുക. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സ് ആണെന്ന് സങ്കല്പിക്കുക. ടീയും കോഫിയുമാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ എക്ക് വല്ലാതെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമർ എന്ത് ചെയ്യും? എ കുറക്കും, വാങ്ങുന്നത് കുറക്കും, ഡിമാൻഡ് കുറക്കും. പകരം ബി എന്ന് പറയുന്നതിന് വില കുറവായിരിക്കും, അത് വാങ്ങാൻ തയ്യാറാവും. അപ്പോൾ ബിക്ക് ഡിമാൻഡ് കൂടും. എക്ക് വല്ലാതെ വില വർദ്ധിച്ചാൽ എയുടെ ഡിമാൻഡ് കുറയും, പകരം ബി വില കുറവായതുകൊണ്ട് ബിയുടെ ഡിമാൻഡ് കൂടും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ വസ്തുവിന് ഡിമാൻഡ് കൂടും, വില കൂടിയാൽ ഡിമാൻഡ് കുറയും. അതാണ് ആ എഫക്റ്റ് എന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. വില കൂടിക്കഴിഞ്ഞാൽ അതിനുള്ള ഡിമാൻഡ് കുറയും, പകരം ഉപഭോക്താവ് ഏതിലേക്ക് മാറുകയാണ്? വില കുറഞ്ഞതിലേക്ക് മാറുക. അതുകൊണ്ട് വില കുറഞ്ഞതിന് ഡിമാൻഡ് കൂടും, വില കൂടിയതിന് ഡിമാൻഡ് കുറയും. അതാണ് ഒരു എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്, പ്രതിസ്ഥാപന പ്രഭാവം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് എടുത്ത് നോക്കുക, ഇൻകം എഫക്റ്റ്, വരുമാന പ്രഭാവം. ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ഇപ്പോൾ ഒരു ഉപഭോക്താവിൻ്റെ, നേരത്തെ നമുക്ക് ബഡ്ജറ്റ് ലൈൻ പറഞ്ഞതാണ്, ഇത് ബഡ്ജറ്റ് ലൈനാണ്, ഇത് ഗുഡ് 1, ഇത് ഗുഡ് 2. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വസ്തുവിൻ്റെ ഗുഡ് 1ൻ്റെ വില കുറഞ്ഞു എന്ന് വെക്കുക, ഗുഡ് 2ന് അതന്നെ വില. ഗുഡ് 1ൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പിവോട്ടിങ് സംഭവിക്കും, ഔട്ട്വേർഡ് പിവോട്ട് അല്ലേ? ഗുഡ് 1ൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് 1 കൂടുതൽ വാങ്ങാൻ സാധിക്കും, ഇതല്ലേ സംഭവിക്കുക. ഗുഡ് 2ന് വിലയിൽ മാറ്റമൊന്നുമില്ല. അവിടെ അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞ ബഡ്ജറ്റ് ലൈനിൽ ഗുഡ് 2ൻ്റെ ഇത് ഇവിടെ തന്നെ നിൽക്കും, പക്ഷേ ഗുഡ് 1ന് വില കുറഞ്ഞതുകൊണ്ട് അത് കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിൻ്റെ വരുമാനം കൂടിയത് കൊണ്ടാണോ ഇത് സംഭവിച്ചത്? അല്ല, ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞാൽ ആ വസ്തു കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കും. റിയൽ പർച്ചേസിങ് പവർ എന്ന് പറയും. ഒരു വസ്തുവിൻ്റെ വില കുറയുമ്പോൾ ഉപഭോക്താവിന് ആ വസ്തു കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുന്നു. ഇതിനെയാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുക. അല്ലാതെ ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുക വഴി ഉപഭോക്താവ് കൂടുതൽ വാങ്ങില്ല. ഇപ്പം ഉദാഹരണം നോക്കുക, ഒരു ഇൻകം എഫക്റ്റിൻ്റെ ഒരു ഉദാഹരണമായിട്ട് 100 രൂപ ചിലവ് ചെയ്തിട്ട് 10 രൂപയാണ് 1 കിലോ അരിയുടെ വില. 10 രൂപയാണെന്ന് സങ്കല്പിക്കുക, 1 കിലോ അരി. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമർക്ക് എത്ര, 100 രൂപക്കും അരി വാങ്ങിക്കുകയാണെങ്കിൽ കൺസ്യൂമർക്ക് എത്ര കിലോ അരി വാങ്ങിക്കാം? 10 കിലോ അരി വാങ്ങിക്കാം. ഓക്കെ അല്ലേ? 100 രൂപയാണ് ഉപഭോക്താവിൻ്റെ വരുമാനം, ഉപഭോക്താവ് വാങ്ങിക്കുന്നത് അരിയാണ്. അദ്ദേഹം 100 രൂപക്ക് അരി വാങ്ങിക്കുന്നു, ഒരു മാസത്തിന് 10 രൂപയാണ് കിലോഗ്രാമിൻ്റെ റേറ്റ്. അങ്ങനെയാവുമ്പോൾ അദ്ദേഹത്തിന് 10 കിലോ വാങ്ങിക്കാൻ സാധിക്കുന്നു. അടുത്ത ഒരു മാസത്തിലേക്ക് വന്നപ്പോൾ അരിയുടെ വില എന്ന് പറയുന്നത് കുറഞ്ഞു എന്ന് സങ്കല്പിക്കുക, 8 രൂപയായിട്ട് കുറഞ്ഞു. അരിയുടെ വില അടുത്ത മാസം 8 രൂപയായിട്ട് കുറഞ്ഞു. അദ്ദേഹം 100 രൂപ പൂർണ്ണമായും ചിലവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര കിലോ അരി വാങ്ങിക്കാൻ പറ്റും? 12.5 കിലോ അരി അദ്ദേഹത്തിന് വാങ്ങിക്കാൻ സാധിക്കും. അരിയുടെ വില കുറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ വരുമാനം മാറിയതുകൊണ്ടാണോ? അല്ല. ഇങ്ങനെ വരുമാനത്തിൽ മാറ്റമില്ലാതെ
വസ്തുവിൻ്റെ വില കുറയുക വഴി ഉപഭോക്താവിൻ്റെ യഥാർത്ഥ വരുമാനം 100 രൂപ കൊടുത്തിട്ട് 10 കിലോ അരി വാങ്ങാൻ പറ്റുമ്പോൾ അതാണ് റിയൽ പർച്ചേസിങ്. ഇവിടെ 100 രൂപക്ക് തന്നെ 12.5 കിലോ റിയൽ പർച്ചേസിങ് പവർ കൂടുക. ഇങ്ങനെ വരുമാനം മാറാതെ ഉപഭോക്താവിൻ്റെ നോമിനൽ ഇൻകത്തിൽ ചേഞ്ച് ഇല്ലാതെ റിയൽ ഇൻകത്തിൽ വർധനവുണ്ടാവുന്നു. ഈ ഇഫക്റ്റാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്, വരുമാന പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വില കുറയുമ്പോൾ അത് കൂടുതലായിട്ട് വാങ്ങാനുള്ള ശേഷി ആ ഉപഭോക്താവിനുണ്ടാകുന്നു. അതുകൊണ്ട് വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങുന്നു. മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ടിങ് എഫക്റ്റാണ്. ഒരു വസ്തുവിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ അതിന് പകരം വയ്ക്കാൻ പറ്റുന്ന വസ്തുവിലേക്ക് കൺസ്യൂമേഴ്സ് മാറുന്നു. അതുകൊണ്ട് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വസ്തുവിൻ്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നതും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതും. ഇതിനെ പൊതുവേ പറയുക പ്രൈസ് എഫക്റ്റ് എന്നാണ്. അതിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും. ഓക്കെ അല്ലേ? ഇനി ഇതിൽ ഈ ഡിമാൻഡ് കർവ് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുക. ഈ ഡിമാൻഡ് കർവിലേക്ക്, ഈ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ നേർരേഖയായിട്ട് കിടക്കല്ലേ അല്ലേ? ഇങ്ങനെ നേർരേഖ. ഇത് ഇനിയും നമ്മൾ നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വൈ ആക്സിസിലേക്കും എക്സ് ആക്സിസിലേക്കും ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വരക്കാം. നേർരേഖയായിട്ട് കിടക്കുമ്പോൾ ഇതിനാണ് ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുക. ലീനിയർ ഡിമാൻഡ് നേർരേഖയായിട്ട് പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, വൈ ആക്സിസിൽ ഇത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഇത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. നമ്മൾ ബഡ്ജറ്റ് ലൈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q = A - BP. ഇത് നോക്കി വെക്കുക. A എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റാണ്, -B എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ്. -B എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവാണ്. ഇതിൻ്റെ സ്ലോപ്പിനെയാണ് പറയുന്നത്. P എന്ന് പറയുന്നത് പ്രൈസ്. ഇതിനെ നമ്മൾക്കൊരു ചെറിയൊരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു വാല്യൂയിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. Q = 10 - 2P എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ തന്നു. ഇതിൽ നിന്ന് ഡിമാൻഡ് കർവ് ഡെറിവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ വാല്യൂ എയുടേത് 10ഉം അതുപോലെ ബിയുടേത് -2 എന്ന് പറയുന്നതും സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് -2 എന്ന് പറയുന്നതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ A - B, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് A - B. A - B എന്ന് പറഞ്ഞത് ദെൻ A എന്ന് പറയുന്നത് 10 - B. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? P എന്നുള്ളത് കിട്ടും, പ്രൈസ് എന്നുള്ളത്. ദെൻ 5 എന്നുള്ളത്, 5 എന്ന് പറയുന്നത് മാക്സിമം 5-ലാവുമ്പോൾ ഇതിലേക്ക് കൊടുത്തു നോക്കുക. Q = 10 - 2 × 5. 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ എത്ര കിട്ടുക? ഇവിടെ കിട്ടേണ്ടത് എത്ര? ഈ വില 5 രൂപയാവുകയാണെങ്കിൽ ക്വാണ്ടിറ്റി എത്ര കിട്ടേണ്ടത്? 0 ആണ് കിട്ടേണ്ടത്. അപ്പോൾ Q = 10 - 2 × 5 എന്ന് പറഞ്ഞാൽ 10. Q = 0. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 5 എന്നുള്ളത് നമുക്ക് അങ്ങനെ കിട്ടും. എന്നാൽ അതേസമയം ഇനി അതിനെങ്ങനെ, ഇവിടുത്തെ റേറ്റ് 5 ആണോ? മാക്സിമം റേറ്റ് 5 രൂപയാണെന്നുണ്ടെങ്കിൽ വസ്തുവിന് ഡിമാൻഡ് തീരെ ഉണ്ടാവില്ല. ഇനി ഡിമാൻഡ് വരുന്നത് എപ്പോഴാണ്? വില കുറയുമ്പോൾ ഡിമാൻഡ് ഇങ്ങനെ കൂടി വരും. ഏതുവരെ ആവാം? അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ കൊടുത്തു നോക്കാം. പ്രൈസ് എന്ന് പറയുന്നിടത്ത് 0, 1, 2, 3, 4, 5, മാക്സിമം 5 വരെ അല്ലേ? എന്നിട്ട് ഈ ഇക്വേഷൻ Q എന്നുള്ളതിലേക്ക് ഈ ഇക്വേഷൻ പ്രകാരം കൊടുക്കുക. 10 - 2P. ഇപ്പം ഇവിടെ 10 - 2 × P എന്ന് പറയുന്നത് 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? 10 - 2 × 0. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 10 കിട്ടി. ദെൻ അടുത്തത് 10 - ഇതല്ല ഇക്വേഷൻ, 10 - 2 × 1. അപ്പോൾ എത്ര കിട്ടും? 8. അടുത്തത് 10 - 2 × 2. എത്ര കിട്ടും? 6. 2 × 2 4, 4 - 10 6. ദെൻ 10 - 2 × 3 എത്ര കിട്ടി? 4. 10 - 2 × 4 2 അല്ലേ? 10 - 2 × 5 = 0. ഇതാണ് ഇതിലേക്ക് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 10, പ്രൈസ് എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? 10 എന്ന് പറയുന്നതായിരിക്കും. പ്രൈസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5.
അത് ഇതുപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഡിമാൻഡ് കർവ് വരച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഡിമാൻഡ് കർവ് ഇതുപോലെ ഡെറിവേറ്റ് ചെയ്ത് കൊടുക്കാം. പലപ്പോഴും ചിലപ്പോൾ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻസ് ഒക്കെ തന്നിട്ട് ഡിമാൻഡ് കർവും ഡിമാൻഡ് ഷെഡ്യൂളും, ഇത് ഡിമാൻഡ് ഷെഡ്യൂളാണല്ലോ, ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവും വരയ്ക്കാൻ വേണ്ടി പറയും. ഇത് ഞാൻ വളരെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയത്, ഇത് മുന്നേ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അവിടെ തന്നെ എടുത്ത് നിങ്ങൾക്കിത് കൂടുതൽ വ്യക്തതയാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡിമാൻഡ് ഫങ്ഷൻസ് പറഞ്ഞല്ലോ. ഡിമാൻഡ് ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ അവിടെ ഡിമാൻഡും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നിടത്ത് നമ്മൾ അവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നിടത്ത് ഒന്ന് എന്താ പറഞ്ഞത്? പ്രൈസ് ഓഫ് കമ്മോഡിറ്റി അല്ലേ? രണ്ട് എന്തായിരുന്നു? ഇൻകം ഓഫ് ദ കൺസ്യൂമർ. മൂന്ന് എന്താ? പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. നാലെന്തായിരുന്നു? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഇങ്ങനെ പറയുന്നതൊക്കെയാണ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനിയുണ്ട് സീസൺ. ഓരോ സീസണിനനുസരിച്ച് ഒരു വസ്തുവിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകും, സീസൺ മാറുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയും അല്ലേ? അതൊരുപോലെ ബിസിനസ് സൈക്കിൾ, വ്യാപാര ചക്രം. ഒരു ഭൂമിയിലൊക്കെ നിൽക്കുന്ന ഒരു ഇക്കോണമിയിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും, അവിടെ നിന്ന് അങ്ങനെ അതിനനുസരിച്ച് ഡിമാൻഡ് കുറയും. അതുപോലെ ഏജ്, ഒരു ഇക്കോണമിയിൽ ഏത് വയസ്സിലുള്ളവരാണോ അവരുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന, അവരുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾക്കായിരിക്കും ഡിമാൻഡ് കൂടുതൽ അല്ലേ? ഏജ് ഫാക്ടറാണ്. അങ്ങനെ പറയുന്നതൊക്കെ ഇപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നിടത്ത് ഈ പറയുന്ന ഘടകങ്ങളാണ്. അതൊക്കെ ഒന്ന് നമ്മൾ വിശദമായിട്ട് നോക്കുക. ഇപ്പോൾ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, അവിടെ പറയുന്ന ഒരു വസ്തുവിൻ്റെ വില കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറയും, വില കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും. നോർമൽ ഗുഡ്സിൽ, സാധാരണ വസ്തുക്കളിൽ അങ്ങനെ സംഭവിക്കുക. അതുപോലെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, അവിടെയും നമുക്കിതുപോലെ പറയാം. ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. ഇത് പൊതുവേ ഉള്ളതാണ്. എന്ന് കരുതി വരുമാനം കൂടിയെന്ന് കരുതിയിട്ട് എല്ലാ വസ്തുവും കൂടുതൽ ഡിമാൻഡ് ചെയ്തോളണമെന്നില്ല. ഇവിടെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നിടത്ത് നോർമൽ ഗുഡ്സ് ആണെങ്കിൽ അത് ഈ പറയുന്ന പോലെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടും, വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. എന്നാൽ ഇൻഫീരിയർ ഗുഡ്സ് ആണെങ്കിൽ, താണതരം വസ്തുക്കൾ, ഗിഫൻ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിന് വരുമാനം കൂടിക്കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഡിമാൻഡ് കുറയുക ചെയ്യാം. അത് കൂടുതൽ വാങ്ങില്ല. കാരണം വരുമാനം കുറഞ്ഞതുകൊണ്ടാണ് ആ താണ വിലയുള്ള വസ്തു വാങ്ങി ഉപഭോക്താവ് ഉപയോഗിച്ചിരുന്നത്. ഇനി ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോൾ അതിന് ഡിമാൻഡ് കുറയുക ചെയ്യുക. നോർമൽ ഗുഡ്സിൽ സംഭവിക്കും, എന്നാൽ ഗിഫൻ ഗുഡ്സിൽ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. ഇനി പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് കമ്മോഡിറ്റി. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് തരം റിലേഷനുണ്ട്. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആണ്, ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റൊരു വസ്തുവിനെ കുറിച്ച്. എന്നാൽ മറ്റൊരെണ്ണം കോംപ്ലിമെൻ്ററി ആണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പൂരക വസ്തുക്കൾ എന്ന് പറയും. അതെന്താ പറയുന്നത്? ഇപ്പോൾ പെട്രോളും കാറും രണ്ടും ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കാൻ പറ്റില്ല അല്ലേ? പെട്രോൾ ഒഴിച്ചാലേ കാറിന് ഓടാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം കാറോ അല്ലെങ്കിൽ അതുപോലെ പറയുന്ന വെഹിക്കിൾസ് ഉണ്ടെങ്കിലേ പെട്രോളിനും ആവശ്യമുള്ളൂ. ഇത് രണ്ട് പൂരക വസ്തുക്കളാണ്. ഒന്നിൻ്റെ വില കൂടുകയാണെങ്കിൽ മറ്റൊന്നിൻ്റെ ഡിമാൻഡ് കുറയുകയാണോ കൂടുകയാണോ ചെയ്യുക? അത് ഒന്നിൻ്റെ വില കൂടുകയാണെങ്കിൽ അതിനുള്ള ഡിമാൻഡ് കുറയും, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുവിനും ഡിമാൻഡ് കുറയും. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സിലാണെങ്കിൽ ചായയും കാപ്പിയും, ചായയുടെ വില കൂടുകയാണെങ്കിൽ കാപ്പിയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക അല്ലേ? ചായക്ക് ഡിമാൻഡ് കുറയും, കാപ്പിക്ക് ഡിമാൻഡ് കൂടും. ഇതൊക്കെയാണ്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ഇവിടെ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സും ഉണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ട്. പൂരക വസ്തുക്കളുണ്ട്, പ്രതിസ്ഥാപന വസ്തുക്കളുണ്ട്. ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നിടത്ത് നോർമൽ ഗുഡ്സും അതുപോലെ ഇൻഫീരിയർ ഓർ ഗിഫൻ ഗുഡ്സും നോർമൽ ഗുഡ്സും ഇൻഫീരിയറുമാണ് ഇൻകം ഓഫ് ദ കൺസ്യൂമറിൽ പറഞ്ഞത്. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസിൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സ് ആണെന്ന് വെക്കുക. എയുടെ പ്രൈസ് എന്ന് പറയുന്നത് കൂടുകയാണെങ്കിൽ ബിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുക. എയുടെ പ്രൈസ് കൂടുക, എ എന്ന് പറഞ്ഞാൽ ടീ ആണ്, ചായപ്പൊടി. അതിൻ്റെ വില കൂടുകയാണെങ്കിൽ കാപ്പിയുടെ ഡിമാൻഡ് കൂടും. കാരണം
ഈ എക്ക് പകരം ബി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അത്തരം വസ്തുക്കളാണ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സ് എന്ന് പറയുക. ഇനി കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളും വെഹിക്കിളും, ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ഗുഡ്സാണ്. വെഹിക്കിളിൻ്റെ വില വല്ലാതെ കൂടുകയാണ്, പ്രൈസ്. അപ്പോൾ കൂടുതൽ ആളുകൾ അത് വാങ്ങില്ല. അതൊക്കെ ആളുകൾ കൂടുതൽ വാങ്ങാത്തത് കൊണ്ട് തന്നെ പെട്രോളിൻ്റെ ഡിമാൻഡ് എന്താ ഉണ്ടാവുക? ഇതിൻ്റെ ഡിമാൻഡ് കുറയുക ചെയ്യുക. ഇതിൻ്റെ വില കൂടുമ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കുറയും. കാരണം ഇതിൻ്റെ വില കൂടുമ്പോൾ ഇതിനുള്ള ഡിമാൻഡ് കുറയും, വെഹിക്കിളിനുള്ള ഡിമാൻഡ് കുറയും. അത് സ്വാഭാവികമായിട്ടും പെട്രോളിയത്തിനുള്ള ഡിമാൻഡും കുറക്കും. ഇവ തമ്മിലുള്ള ആ ഒരു ബന്ധം പ്രത്യേകം ഒന്ന് നോക്കി വെക്കണം. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, അവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് കോംപ്ലിമെൻ്ററി ഗുഡ്സിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അത് അവിടെ ഏജ് ഫാക്ടറും അതുപോലെ പറയുന്നതൊക്കെ ഘടകങ്ങളാണ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്, ആ ടേസ്റ്റ് കൂടുതലുള്ളതിനനുസരിച്ച് അത്തരം വസ്തുക്കൾക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും. പിന്നെ സീസൺ എന്ന് പറയുന്നത് അല്ലേ, മഴക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട കുടയും അതുപോലെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഡിമാൻഡ് കൂടും. വേനൽ ഐസ്ക്രീം അങ്ങനെ പറയുന്ന മറ്റു സാധനങ്ങൾ, അതുപോലെ പ്രദേശങ്ങൾക്കനുസരിച്ച് തണുത്ത പ്രദേശങ്ങളിൽ ചൂടുള്ള പ്രദേശങ്ങളിലൊക്കെ ഡിമാൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറഞ്ഞത് ഡിമാൻഡ്, ആ ഡിമാൻഡിൽ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഹൗസ് ഹോൾഡ് ഡിമാൻഡ്, പിന്നെ ഡിമാൻഡ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതോടൊപ്പം തന്നെ ലോ ഓഫ് ഡിമാൻഡും ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവും നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അതൊന്ന് ഓർത്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ലീനിയർ ഡിമാൻഡ് കർവ്, അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിവിടെ വിശദമായിട്ട് കണ്ടു കഴിഞ്ഞത്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് നന്നായിട്ടത് ക്ലിയർ ചെയ്യണം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾക്ക് അടുത്ത ക്ലാസ് കൊണ്ടുപോകാൻ പറ്റൂ. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നിടത്ത്, അതോടൊപ്പം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ക്ലിയർ ചെയ്ത് വെക്കണം. ടെക്സ്റ്റ് കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് നന്നായിട്ടത് നിങ്ങളുടെ നോട്ടിലേക്കൊക്കെ ആവശ്യമുള്ളതൊക്കെ എഴുതി നല്ലതുപോലെ കൃത്യമാക്കി വെക്കണം. നമുക്ക് അടുത്തൊരു ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.